പ്രതിപക്ഷം ഈ ബില്ലിനെ എതിർക്കുമ്പോൾ അഴിമതിക്കെതിരെയുള്ള സർക്കാരിൻ്റെ നീക്കത്തെ ഇതാ പ്രതിപക്ഷം എതിർക്കുന്നു. അതങ്ങനെ ഒരു ക്യാമ്പയിനായി സർക്കാരിന് ഉയർത്തിക്കൊണ്ടുവരാം. ഒപ്പം ഇതൊരു വിരട്ടലുമാകാം. കാരണം നമുക്കറിയാം, കോൺഗ്രസും BJPയും കഴിഞ്ഞാൽ സമാജ്വാദി പാർട്ടിയും കൂടി കഴിഞ്ഞാൽ പിന്നെ എല്ലാം വളരെ ചെറിയ പാർട്ടികളാണ്. 2ഉം 10ഉം 3ഉം 13ഉം ഒക്കെയുള്ള ചെറിയ സീറ്റുകളുള്ള പാർട്ടികൾ, ഓരോ സംസ്ഥാനത്ത് മാത്രമുള്ള പാർട്ടികൾ. അപ്പോൾ ഈ പാർട്ടികളെയൊക്കെ തന്നെ വിരട്ടി നിർത്താനും CBI കേസുകളിലും ED കേസുകളിലും കുടുക്കി നിർത്താനും ഒക്കെയുള്ള ഒരു നീക്കത്തിൻ്റെ വ്യക്തമായ സൂചനയായി നമുക്ക് തന്നെ വിലയിരുത്താം. നോക്കി, ഈ ബില്ല് പാസ്സാവുമോ? ഒരിക്കലും ഈ ബില്ല് പാസ്സാക്കാൻ സർക്കാരിന് കഴിയില്ല. അത് കൃത്യമായി അമിത്ഷായ്ക്കും അറിയാം. കാരണം 3/2 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ലോക്സഭയിൽ ഈ ബില്ല് പാസ്സാക്കാൻ പറ്റൂ. 3/2 ഭൂരിപക്ഷം 2 സഭയിലും സർക്കാരിനില്ല. 363 വോട്ട് വേണം ലോക്സഭയിൽ ഈ ബില്ല് പാസ്സാക്കാൻ. ഈ സർക്കാരിന് 293 വോട്ടേ ഉള്ളൂ. ഇനി YSR കോൺഗ്രസിന് ആകെ ഉള്ളത് 2-3 സീറ്റുണ്ട്. BJDക്ക് അവിടെ സീറ്റ് തന്നെ ഇല്ല. അവർ NDAയിൽ ഇല്ലെങ്കിൽ പോലും അങ്ങനെയുള്ള പാർട്ടികളെ പെറുക്കി കൂട്ടി വെച്ചാൽ പോലും 363 എത്താൻ NDA സർക്കാരിന് സാധിക്കില്ല. രാജ്യസഭയിൽ വന്നാലോ 132 അംഗങ്ങളേ ഉള്ളൂ രാജ്യസഭയിൽ. 163 വോട്ട് വേണം രാജ്യസഭയിൽ ഈ ബില്ല് പാസ്സാകാൻ. 3/2 ഭൂരിപക്ഷം കിട്ടൂല.